എല്ലാവർക്കും നമസ്കാരം. മിനിറ്റ്സ് ഐ കുക്കിൻ്റെ മറ്റൊരു ഈസി റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ പാലപ്പത്തിൻ്റെ ബാറ്റർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ എങ്ങനെയാണ് വട്ടയപ്പം ഉണ്ടാക്കുന്നതെന്നും നമുക്കിന്ന് നോക്കാം. വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ വേറൊരു എപ്പിസോഡായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ പാലപ്പത്തിൻ്റെ ബാറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്നും നമുക്കിന്ന് കാണാം. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ സോഫ്റ്റായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ബീഫ് കറി, ചിക്കൻ കറി, മട്ടൻ കറി, സ്റ്റൂ, വെജിറ്റബിൾ സ്റ്റൂ, കുറുമ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ, പിന്നെ കടലക്കറി, ഉരുളക്കിഴങ്ങ് കറി, നല്ല ഒരു കോമ്പിനേഷനായിട്ട് ഇത് അപ്പത്തിൻ്റെ കൂടെ ഒരുപാട് കറികളുണ്ട് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് ഈസ്റ്റ് ഇല്ലാതെ എങ്ങനെയാണ് അപ്പം ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടിട്ടുണ്ട്, കപ്പി കുറുക്കാതെയും കള്ള് ഉപയോഗിക്കാതെയും ഒക്കെ. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഈസ്റ്റ് ഇട്ടുകൊണ്ട്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടുകൊണ്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടതെന്നാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ എടുക്കുന്ന ഈ ഒരു അളവിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 15-16 അപ്പമാണ് നമ്മൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത് കേട്ടോ. നമ്മളിപ്പോൾ 2 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പച്ചരിയാണ് വേണ്ടത്. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാനിടാം. മിനിമം 3 hours എങ്കിലും വെക്കണം. അല്ല എന്നുണ്ടെങ്കിൽ 6 to 8 hours വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പം കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം 3 hours ഉപയോഗിച്ചാലും നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്ന് സോക്ക് ചെയ്യാനിട്ടിട്ട് നമുക്ക് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് 1 കപ്പ് മട്ട അരിയുടെ ചോറാണ്. അപ്പോൾ ചോറ് വേവിച്ച് വെച്ചത് മിച്ചമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പിനാണോ അരി കഴുകാൻ വേണ്ടിയിട്ട് ഇട്ടത്, സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടത്, ആ സെയിം കപ്പിൽ തന്നെ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അളവിൽ. അപ്പോൾ നമുക്ക് 1 കപ്പ് മട്ടരിയുടെ ചോറും 1 കപ്പ് പച്ചരി സോക്ക് ചെയ്ത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചോറ് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഗ്രൈൻഡ് ചെയ്ത് വരുമ്പോൾ കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും വരുന്നത്. അപ്പം ഈ ചോറിട്ടിട്ട് നമ്മൾ അരയ്ക്കണ ആ ബാച്ചിൽ കുറച്ചധികം വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. അതായത് നമ്മുടെ മിക്സിയുടെ ജാറിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ടതിന് ശേഷം അതിൻ്റെ മേളിൽ വെള്ളം നിൽക്കുന്ന രീതിയിൽ, അതായത് ഒരു കുറച്ച് മേളിൽ നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രമാത്രം വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കണമെന്ന്. 1 കപ്പും പിന്നെ ഒരു കുറച്ചധികം കൂടി വെള്ളം, ഒത്തിരി വേണ്ട, അതൊന്ന് ജസ്റ്റ് ഒന്ന് മേളിൽ നിൽക്കാൻ പാകത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം പിന്നെ രണ്ടാമത്തെ ബാച്ചിനകത്ത് നമ്മൾക്ക് ആഡ് ചെയ്യാനുള്ളത് ബാക്കി വന്നിട്ടുള്ള അരിയും പിന്നെ 1 കപ്പ് തേങ്ങ എടുത്ത് വെക്കണമെന്ന് പറഞ്ഞില്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ആദ്യത്തെ ബാച്ച് അരച്ചതിനെ കഴിഞ്ഞും വളരെ കുറച്ച് വെള്ളം ചേർത്താൽ മതിയായിരിക്കും. കാരണം തേങ്ങയും അരിയും സോക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഒരു 1 ടീസ്പൂണും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പം ചോറിട്ട് അരയ്ക്കുന്ന ബാച്ചിൽ ഒരു പൊടിക്ക് വെള്ളം കൂടുതൽ നിൽക്കണം. ബാക്കിത്തേതിന് കുറച്ച് കറക്റ്റ് ലെവലിൽ വെള്ളം നിന്നാലും നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കിട്ടും കേട്ടോ. 1 കപ്പ് അരിയുടെ കൂടെ ചോറും രണ്ടാമത്തെ 1 കപ്പ് അരിയുടെ കൂടെ തേങ്ങയും അങ്ങനെയാണ് അരച്ചെടുക്കുന്നത്. അപ്പം നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് കിട്ടും. ഇനി ചോറും തേങ്ങയും കൂടെ അരച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഫ്രോസൺ തേങ്ങയൊക്കെ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓയിൽ കണ്ടൻറ്റ് കുറച്ചിങ്ങനെ വന്നിട്ട് ശരിയാവാറില്ല. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അരയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് അരച്ച മാവ് മറ്റൊരു ബൗളിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ആക്കിയിട്ട് നന്നായിട്ട് മൂടി വയ്ക്കാം. മിനിമം ഒരു 6 to 8 hours ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പുളിച്ചിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഈസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഈസ്റ്റിൻ്റെ അളവ് ഒരുപാട് കൂടി പോകരുത്. ഈസ്റ്റിൻ്റെ അളവ് കൂടുന്തോറും പെട്ടെന്ന് ഇത് പുളിച്ച് വരും. പക്ഷേ ഈസ്റ്റിൻ്റെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ അപ്പത്തിന് മുമ്പിൽ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് ഈസ്റ്റ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. പൊതുവേ ഒരു വൈകിട്ട് അരച്ച് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാനുള്ള രീതിയിലാണെങ്കിൽ ഓവർനൈറ്റ് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പുളിച്ച് പൊന്തി വരുന്നതാണ്. ഇനി ക്ലൈമറ്റിനനുസരിച്ചും ഈ ബാറ്റർ സെറ്റായി വരാൻ സമയമെടുക്കും കേട്ടോ. നല്ല തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓവൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം അതിനുള്ളിൽ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ഓവൻ ഭയങ്കര ഹീറ്റായിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവ് കുക്കായി പോകും, അതായത് ഇങ്ങനെ വെന്ത് പോകുന്നത് പോലെ വരും. അങ്ങനെ ആവാനുള്ള അവസ്ഥയിൽ വെക്കരുത്. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നമുക്ക് അതിലൊരു കോയിലൊക്കെ ഒന്ന് തണുത്തത് ശേഷം അതിനകത്തേക്ക് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചറിനെ കഴിഞ്ഞ് ഒരു വാം ടെമ്പറേച്ചർ കിട്ടുന്നത് കൊണ്ട് മാവ് നന്നായിട്ട് പുളിച്ച് വരും കേട്ടോ. അപ്പോൾ ഞാനൊരു 6 to 8 hours വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവ് ഇതുപോലെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ട് നോക്കാം. ഈ മാവിലേക്ക് നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇത് പുളിച്ചിട്ട് വന്നതിന് ശേഷം വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ.
അപ്പം ഞാൻ ഉപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മധുരം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഒരു 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരപ്പം ചുട്ട് നോക്കിയതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്തതിന് ശേഷം മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഈ പാലപ്പച്ചട്ടിയുടെ ടെമ്പറേച്ചറാണ്. അപ്പോൾ എപ്പോഴും ആദ്യത്തെ അപ്പം ചുട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനൊരു ട്രയലായിട്ടാണ് നോക്കാറുള്ളൂ. നമ്മുടെ പാലപ്പച്ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം അതൊരു മീഡിയം ഹീറ്റിലേക്ക് ആക്കുക. അതിന് ശേഷം വേണം നമ്മൾ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കിന്ന് നന്നായിട്ട് ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞുമ്പോൾ നല്ല ആവിയൊക്കെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, നല്ല ഈസി ആയിട്ട് നല്ല കൊമ്മളയൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ വെച്ച് ഇതിൻ്റെ സൈഡിൽ നിന്ന് വിടിയിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ അപ്പവും ചുട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സൈഡ് ശരിയായി വരുന്നില്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഫ്ലെയിമിൻ്റെ അതൊന്ന് കുറച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. കാരണം ഇപ്പോൾ രണ്ടാമത്തെ അപ്പം നമ്മൾ ചുട്ടെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് എൻ്റെ സൈഡ് മൊരിഞ്ഞു വരും. കുറച്ച് നേരം കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ശരിയാവാത്തൊരു പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാവുന്നതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പം നല്ല ഹീറ്റിലിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ അപ്പമാണ് നമുക്കിപ്പം റെഡി ആയിട്ട് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ഇൻഡക്ഷനാണ് കേട്ടോ. ഇൻഡക്ഷൻ കുക്കറിനകത്ത് ഞാൻ ഈ പാലപ്പച്ചട്ടി വെച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുക്കായിട്ട് വരാറുണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ. അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ഇൻഡക്ഷനിൽ എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കണേന്ന്. അപ്പോൾ ഞാൻ ഏറ്റവും ഫ്ലെയിം കൂടുതലുള്ള അതിൽ വെച്ചിട്ട് അങ്ങോട്ട് കുക്കാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ സൈഡിലേക്കും അതിൻ്റെ ഹീറ്റ് ചെല്ലുന്നതുകൊണ്ട് പാത്രത്തിന് അത് ബാലൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പം ഇതുപോലെ ഓരോ അപ്പവും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി ഈ പൂ പോലത്തെയൊക്കെയുള്ള ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിള്ളേർക്കൊക്കെ നല്ല അപ്പീലിംഗ് ആയിരിക്കും. കണ്ടോ, ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, നല്ല കൊമ്മളയൊക്കെ വന്നിട്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇച്ചിരി തിക്കായിരിക്കും. എപ്പോഴും പാലപ്പത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് മൂടി വയ്ക്കുന്നത്. ഇനി സൈഡിൽ നിന്ന് വിടിച്ചെടുക്കാം. അപ്പോൾ 1 by 1 നമ്മളിങ്ങനെ ഓരോ അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ അപ്പം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഉപ്പും പഞ്ചസാരയുടെ അളവും ഒക്കെ കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതുപോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു 16-17 അപ്പം നമ്മൾക്ക് കിട്ടും. ഈ ഒരു 1 തവി വെച്ചിട്ട് വേണം ഒഴിക്കാൻ. ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ ഒഴിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ ഒഴിച്ച മാവ് കുക്കായി പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇനഫ് എമൗണ്ട് തവിയിലെടുത്തിട്ട് അത് ഒരപ്പത്തിനുള്ള അളവിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് അപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഈസി ആൻഡ് സിമ്പിൾ പാലപ്പം ഇപ്രാവശ്യം നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ മൈന്യൂട്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് നല്ല വൃത്തിയായിട്ട് നമ്മുടെ അപ്പം കിട്ടും. ഇതേ ബാറ്റർ വെച്ചിട്ട് നമുക്ക് പ്ലെയിൻ തവയിൽ ഒഴിച്ചിട്ട് നല്ല വെള്ളയപ്പവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ അത് കാണിക്കുന്നില്ല, പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇനി ചിലർക്ക് നല്ല ക്രിസ്പി രീതിയിൽ ഇഷ്ടമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഈ പാലപ്പച്ചട്ടിയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം 2-3 വെറൈറ്റി സാധനങ്ങൾ ഈ ഒരു ബാറ്ററും കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഒന്ന് പാലപ്പം ഉണ്ടാക്കാം, പിന്നെ വെള്ളയപ്പം ഉണ്ടാക്കാം, പിന്നെ വട്ടയപ്പം ഉണ്ടാക്കാം. അപ്പം അങ്ങനെ 2-3 ഐറ്റംസ് നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ചുകൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിന് മുമ്പുള്ള നമ്മുടെ ദോശയുടെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു അപ്പത്തിൻ്റെ ബാറ്ററും ഒരു ദോശയുടെ ബാറ്ററും ഉണ്ടെങ്കിൽ 1 വീക്ക് നമുക്ക് ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ. വേറെ പ്രത്യേകിച്ച് ഇങ്ങനെ ജോലിയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എളുപ്പമാണല്ലോ. അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പാലപ്പം റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതേ ബാറ്റർ വെച്ചിട്ട് എങ്ങനെയാണ് വട്ടയപ്പം തയ്യാറാക്കി എടുക്കേണ്ടതെന്നാണ്. ഞാനിപ്പോൾ ഒരു 2 തവി മാവ് മിച്ചം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ നമ്മൾ വട്ടയപ്പം തയ്യാറാക്കി എടുക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഒരു ഈസി ടിപ്പ് പറഞ്ഞു തരാനുള്ളത്, ഈ ബാറ്റർ നമ്മൾക്ക് ഒരു 1 തവി ഒരു ചെറിയ പാത്രത്തിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഈ അപ്പത്തിൻ്റെ മാവ് അരയ്ക്കുമ്പോൾ ഈസ്റ്റ് ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഈസ്റ്റ് ഉപയോഗിക്കുന്നതിന് പകരം നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക്കലി ഫെർമെൻ്റ് ആയിക്കോളും. അപ്പം ഈസ്റ്റിൻ്റെ ചവ നമുക്ക് മാറ്റി മാറ്റി എടുക്കാൻ പറ്റും. ഈ ആദ്യത്തെ ബാച്ചിലുള്ള വലിയ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, എന്നാലും ആ ഒരു ടേസ്റ്റും കൂടെ, ആ ഈസ്റ്റിൻ്റെ ടേസ്റ്റും കൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ മാവിൽ നിന്ന് കുറച്ചെടുത്ത് നിങ്ങളെപ്പോഴും
ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ മാവ് അരയ്ക്കുമ്പോൾ അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പം ഈച്ച് ടൈം നമ്മൾ മാവ് റെഡിയാക്കുമ്പോൾ ഇതുപോലെ ഈ എടുത്ത് വെക്കണത് നമുക്ക് റിന്യൂ ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം നിങ്ങൾക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് ഈസ്റ്റ് ഇല്ലാണ്ടുള്ള നല്ല രീതിയിൽ അപ്പം തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇനി നമ്മുടെ ഇൻസ്റ്റൻറ്റ് വട്ടയപ്പമാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതും വളരെ ഈസിയാണ് കേട്ടോ. അപ്പം നമ്മുടെ മിച്ചം വന്ന ബാറ്ററിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 1 കപ്പ് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല ഫ്രഷ് തേങ്ങ ആയിരിക്കും ഇതിന് നല്ലത്. അപ്പം അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പാലപ്പത്തിൻ്റെ ബാറ്ററിന് പൊതുവെ ഒരു പൊടിക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണല്ലോ. മറ്റേ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടി വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് സ്റ്റിക്കി അല്ലാത്തൊക്കെ രീതിയിൽ നമുക്ക് അപ്പം കിട്ടുന്നതായിരിക്കും. അപ്പം വട്ടയപ്പത്തിന് വേണ്ടിയിട്ടും നമ്മൾക്ക് വെള്ളം കുറച്ച് മതി. ഇനി ബാറ്റർ അരയ്ക്കുമ്പോൾ വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് തന്നെ അരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം അരയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ബാറ്റർ മിച്ചം വന്നിരിക്കുന്നത് കൊണ്ട് ഞാൻ ഈ വട്ടയപ്പം കൂടി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തേങ്ങയും പഞ്ചസാരയും ഇനി വേണ്ടത് ഒരു പിഞ്ച് ജീരകവും കൂടിയാണ്. ഇനി ജീരകമൊക്കെ ഓപ്ഷണലാണ് കേട്ടോ, ഞാനങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ വട്ടയപ്പത്തിനൊരു നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇത് ഒഴിച്ചു വയ്ക്കാനുള്ള ഇതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിലിൽ ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ വട്ടയപ്പം കുക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈസി ആയിട്ട് വിട്ട് പോരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം കോക്കനട്ട് ഓയിലോ സൺഫ്ലവർ ഓയിലോ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റീൽ പ്ലേറ്റിൽ ഇട്ടിട്ട് സ്റ്റീമറിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ വട്ടയപ്പം തിന്നായിട്ടുണ്ടാക്കണ ഇതുള്ളത് കൊണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതേ ഉള്ളൂ. ഇനി നല്ല വെള്ളം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒഴിച്ച് വെച്ച മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉപ്പും കൂടി നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് വേണം ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മേളിൽ ചെറിയോ റൈസിൻസോ അല്ലെങ്കിൽ കാഷ്യൂനട്ടോ ഒക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 3-4 കാഷ്യൂനട്ട് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ടൊരു 10-15 മിനിറ്റ്സ് നല്ല ആവിയിലൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഏതാണ്ട് ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാണാം ഇതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിയിരിക്കുന്നത്. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അത് നോക്കുമ്പോൾ അതിൽ മാവിൻ്റെ അംശമൊന്നും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കുക്കായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ കണ്ടോ, നമ്മൾ നോക്കുമ്പം നമ്മുടെ മാവൊന്നും അതിൽ ഒട്ടിപ്പിടിച്ചിരിപ്പില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ടെന്നാണ് അതിനർത്ഥം. ഇനി നമ്മൾ പാലപ്പം ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണെന്നും പറഞ്ഞല്ലോ. ബാറ്ററി ഇച്ചിരി ലൂസായിട്ടല്ലേ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ വട്ടയപ്പത്തിന് ഒരു ചെറിയൊരു കട്ടിയുണ്ട്, എന്നാലും പക്ഷേ നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരയ്ക്കുമ്പം വെള്ളത്തിൻ്റെ അളവ് കുറച്ച് അരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നന്നായിട്ട് ഈ വട്ടയപ്പവും കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മുടെ വട്ടയപ്പവും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടും ആൾക്കാർ വട്ടയപ്പം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കുമ്പോഴും നല്ല രീതിയിൽ കിട്ടാറുണ്ട്. ഇനി വേറൊരു അവസരത്തിൽ വേറൊരു കപ്പിയൊക്കെ കാച്ചിട്ടുള്ള റെസിപ്പി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഞാനിപ്പോൾ ഈ പാലപ്പത്തിൻ്റെ ബാറ്റർ ഉണ്ടായിരുന്നത് കൊണ്ട് ഈസി ആയിട്ട് ഇത് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നിങ്ങളുടെ അടുത്ത് കാണിച്ചതേ ഉള്ളൂ കേട്ടോ. ഒരു സ്നാക്കായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമുക്ക് ഈ വട്ടയപ്പം കഴിക്കാവുന്നതേ ഉള്ളൂ. ഈവൻ ലഞ്ച് ബോക്സിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വയറ് ഫില്ലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ് ഒരു നൈഫ് വെച്ചിട്ടൊന്ന് വിടിയിച്ചിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റീമറിൽ നിന്ന് പുറത്തെടുത്ത ശേഷം ഒരു 5 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതുപോലെ വിടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അപ്പോൾ ഇതിലധികം ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. നല്ല വൃത്തിയായിട്ട് നമുക്ക് വട്ടയപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മുറിച്ച് നോക്കാം. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വട്ടയപ്പം റെഡിയായിട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ടിപ്സൊക്കെ ഉപയോഗിച്ചിട്ട് വേണം കേട്ടോ നിങ്ങളിത് തയ്യാറാക്കി എടുക്കുമ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതുപോലെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈസി ആയിട്ട് വീട്ടിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് കണ്ടത് സിംഗിൾ ബാറ്റർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പാലപ്പവും വട്ടയപ്പവും വീട്ടിൽ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാമെന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എൻ്റെ ഒരു ഓൾഡ് സ്കൂൾമേറ്റ് ചോദിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആഡ് ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ആർ വാച്ചിങ് ദിസ് പ്ലീസ് ഡു കമൻറ്റ് ബിലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയൊരു വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഇപ്പോൾ ക്രിസ്മസിനൊക്കെ നിങ്ങൾ വട്ടയപ്പവും പാലപ്പവും ഒക്കെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പം ഞാനൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ക്രിസ്മസ് റെസിപ്പീസൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പം നമുക്ക് ഇനിയൊരു ഇതുപോലത്തെ ഈസി സിമ്പിൾ റെസിപ്പീസായിട്ട് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.